എവരിവൺ, എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളുടെ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ വിചാരിച്ചിത്ര മാർക്ക് കാണില്ല. എവിടെയാണ് ആ മാർക്കുകൾ പോയതെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാറില്ലേ? ഹോണസ്റ്റ്ലി നമ്മൾ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല മാർക്ക് കുറയുന്നത്, എക്സാം ഹാളിൽ അറിയാതെ വരുത്തുന്ന ചില വലിയ അബദ്ധങ്ങൾ കൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ സില്ലി മിസ്റ്റേക്സ് അല്ലെങ്കിൽ അവോയ്ഡബിൾ എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എക്സാമിൽ നമ്മുടെ മാർക്ക് ചോർത്തി കളയുന്ന 10 കോമൺ മിസ്റ്റേക്സ് ഏതാണെന്നും അവ എങ്ങനെ ഒഴിവാക്കാമെന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയാൽ അടുത്ത എക്സാമിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം അനുഭവപ്പെടും. സോ ലെറ്റ് മി ബ്രേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. മിസ്റ്റേക്ക് നമ്പർ 1, നോട്ട് റീഡിംഗ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി. എക്സാം ഹാളിൽ നമ്മൾ പേപ്പർ കിട്ടുമ്പോൾ കാണുന്ന തിരക്കിൽ ചോദ്യങ്ങൾ പകുതി മാത്രം വായിച്ച് ഉത്തരം എഴുതാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ചോദ്യത്തിൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് കറക്റ്റ് എന്നതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം. നമ്മൾ ആ നോട്ട് ശ്രദ്ധിക്കാതെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതി വെക്കും. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ എഴുതാൻ മറന്നുപോകും. ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏത് ചോദ്യവും കുറഞ്ഞതൊരു 2 തവണ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. നോട്ട്, എക്സെപ്റ്റ്, കമ്പയർ, ക്രിറ്റിക്കലി അനലൈസ് എന്നീ കീവേഡുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെൻസിൽ കൊണ്ട് അടിവരയിടുക. മിസ്റ്റേക്ക് നമ്പർ 2, പുവർ ടൈം മാനേജ്മെന്റ്. ചില കുട്ടികളെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു പേജ് നീളുന്ന ഉത്തരം എഴുതി വെക്കും. കാരണം ആ ഉത്തരം അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ അവസാനം എന്താ സംഭവിക്കുക? 10 മാർക്കിന്റെ പ്രധാനപ്പെട്ട വലിയ ക്വസ്റ്റ്യൻസ് എത്തുമ്പോഴേക്കും സമയം തീർന്നിട്ടുണ്ടാവും. അറിയാവുന്ന ആൻസേഴ്സ് പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സമയം വീതിക്കുക. 2 മാർക്കിന്റെ ചോദ്യത്തിന് 3-4 മിനിറ്റിൽ കൂടുതൽ കളയരുത്. വാല്യൂ കൂടുതലുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം മാറ്റിവെക്കുക. മിസ്റ്റേക്ക് നമ്പർ 3, സ്കിപ്പിംഗ് ദ റീഡിംഗ് ടൈം ഓർ ക്വസ്റ്റ്യൻ സെലക്ഷൻ. നമുക്ക് കിട്ടുന്ന ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഒരു ബോണസ് ആണ് ഗൈസ്. എന്നാൽ പലരും ആ സമയം ചുമ്മാ ഇരിക്കാനോ അല്ലെങ്കിൽ വെറുതെ പേപ്പറിലേക്ക് നോക്കിയിരിക്കാനോ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അവസാന നിമിഷം നിങ്ങൾ കുഴങ്ങിപ്പോകും. സോ കൂൾ ഓഫ് ടൈമിൽ മൊത്തം പേപ്പർ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക. ഓപ്ഷൻ ഉള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് 100% കൃത്യമായിട്ട് അറിയാവുന്ന ഉത്തരം ഏതാണോ അത് മാത്രം ചെയ്യാനായിട്ട് പേപ്പറിൽ നിങ്ങളൊന്ന് ഡോട്ട് ഇട്ട് വെക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ ഇത് സഹായിക്കും. മിസ്റ്റേക്ക് നമ്പർ 4, മെസ്സി പ്രസന്റേഷൻ ആൻഡ് ബാഡ് ഫോമാറ്റിംഗ്. പരീക്ഷ എഴുതുന്ന നിങ്ങൾ മാത്രമാണെങ്കിലും അത് മൂല്യനിർണ്ണയം ചെയ്യുന്നത് ഒരു ടീച്ചറാണ്, റൈറ്റ്? വലിയ പാരഗ്രാഫുകളായി വെട്ടിക്കീറി വൃത്തിയില്ലാതെ എഴുതി വെച്ചാൽ വായിക്കുന്ന ആൾക്ക് ദേഷ്യവും അതേപോലെ അസ്വസ്ഥതയും ഒക്കെ വരും. സോ ഗൈസ്, പ്രസന്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഉത്തരങ്ങൾ നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയി എഴുതുക. പ്രധാനപ്പെട്ടിട്ടുള്ള കീവേഡ്സ് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. പുതിയ ഉത്തരങ്ങൾ തുടങ്ങുമ്പോൾ ആവശ്യത്തിന് ഗ്യാപ്പ് ഇടുക. വൃത്തിയുള്ള പേപ്പറിന് എപ്പോഴും എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. മിസ്റ്റേക്ക് നമ്പർ 5, ഓവർ റൈറ്റിംഗ് ആൻഡ് വേസ്റ്റിംഗ് ടൈം ഓൺ സ്റ്റക്ക് ക്വസ്റ്റ്യൻസ്. പരീക്ഷയിൽ ചില ചോദ്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാതെ വരാം, അല്ലെങ്കിൽ ഒരു കണക്ക് ചെയ്ത് അവസാന ഉത്തരം കിട്ടാതെ വരാം. അപ്പോൾ പലരും ആ ഒരു ചോദ്യത്തിന് പുറകെ 10-15 മിനിറ്റ് വെറുതെ കളയും. ഇത് സ്ട്രെസ് കൂട്ടുന്നു, ബാക്കിയുള്ള എളുപ്പമുള്ള ചോദ്യങ്ങൾ തെറ്റിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ? ഒരു ചോദ്യത്തില് സ്പോട്ടിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള സ്ഥലം പേപ്പറിൽ ഇടാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. അവസാന സമയം നിങ്ങൾക്ക് കിട്ടുമ്പോൾ തിരികെ വന്നിട്ട് അത് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 6, ലീവിംഗ് ക്വസ്റ്റ്യൻസ് അൺഅറ്റംപ്റ്റഡ്. തീരെ നിങ്ങൾക്ക് ആൻസർ അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ടാൽ പലരും അത് ഫുൾ ആയിട്ട് ഉപേക്ഷിക്കും. ഒരു വരി പോലും എഴുതില്ല. പക്ഷെ ഓർക്കുക, കൂടുതൽ ബോർഡ് എക്സാമുകളിലും സ്കൂൾ എക്സാംസിലും സ്റ്റെപ്പ് മാർക്സ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് മാർക്സ് ഉണ്ടാവും. അപ്പം ഒരു ചോദ്യവും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോർമുലയോ കീവേഡോ കോൺസെപ്റ്റോ അറിയാമെന്നുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങൾ എഴുതുക. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 മാർക്ക് അതിലൂടെ നമുക്ക് കിട്ടിയേക്കാം. മിസ്റ്റേക്ക് നമ്പർ 7, നോട്ട് ചെക്കിംഗ് യൂണിറ്റ്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ന്യൂമറിക്കൽ പ്രോബ്ലം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റിലെ ആൻസർ ശരിയാവും, പക്ഷേ കൂടെ ചേർക്കേണ്ട യൂണിറ്റ് നിങ്ങൾ എഴുതാൻ മറന്നുപോയിട്ടുണ്ടാവും. അതേപോലെ വേഗത്തിൽ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കും. ഇത് കാരണം 1-2 മാർക്ക് വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കിട്ടിയാൽ അതിനു ചുറ്റും നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കുക. കൂടാതെ ശരിയായിട്ടുള്ള യൂണിറ്റ് കൂടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പുകൾ വ്യക്തമായിട്ട് കാണിക്കുക. മിസ്റ്റേക്ക് നമ്പർ 8, ചേഞ്ചിങ് കറക്റ്റ് ആൻസേഴ്സ് അറ്റ് ദി ലാസ്റ്റ് മിനിറ്റ്. പരീക്ഷ അവസാനിക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ പേപ്പർ നോക്കും. അപ്പൊ പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നി ആദ്യം എഴുതിയ ശരിയായ ഉത്തരം വെട്ടിമാറ്റി പുതിയൊരു ഉത്തരം എഴുതി വെക്കും. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ആയിരിക്കും ശരി. പാനിക് കാരണം അവസാന നിമിഷം മാറ്റി എഴുതുന്നത് അപകടകരമാണ്. ഓക്കെ, സോ വ്യക്തമായിട്ടുള്ള കാരണങ്ങളോ കൃത്യമായ ഉറപ്പോ ഇല്ലാതെ അവസാന നിമിഷം പാനിക് ആയിട്ട് ഉത്തരങ്ങൾ തിരുത്തി എഴുതരുത്. മിസ്റ്റേക്ക് നമ്പർ 9, നോട്ട് റിവ്യൂയിങ് ദി ആൻസർ ഷീറ്റ്. പരീക്ഷ ബെല്ലടിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എഴുതി തീർത്ത് അപ്പൊ തന്നെ പേപ്പർ മടക്കി വെച്ച് കാത്തിരിക്കുന്ന ശീലം പലർക്കും ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റായി എഴുതിയതോ ഏതെങ്കിലും പേജ് വിട്ടുപോയതോ ചെറിയ കാൽക്കുലേഷൻ തെറ്റുകളോ നമ്മൾ കാണാതെ പോകും. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അവസാനത്തെ 10 മിനിറ്റ് ഓൾവേസ് നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും ശരിയാണോ എന്ന് നോക്കുക. പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് മിസ്റ്റേക്ക്,
studying new topics right before the exam. എക്സാം ഹാളിന് മുമ്പിൽ നിൽക്കുമ്പോൾ കൂട്ടുകാരുടെ പുസ്തകം നോക്കി പുതിയ ടോപ്പിക്കുകൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു തെറ്റാണ്. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെ പോലും മറക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ? എക്സാമിന് അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് മാറ്റി വെക്കുക, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൂളാക്കുക, ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്ത് ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് കയറുക. സോ ഗൈസ്, ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത എക്സാമിൽ ഓർമ്മയിൽ വെച്ചാൽ മാത്രം മതി. ആവശ്യമില്ലാതെ നിങ്ങൾ വിട്ടുകളയുന്ന നിങ്ങളുടെ മാർക്കുകൾ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. ഈ തെറ്റുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വരുത്താറുള്ള ഒരു തെറ്റ് ഏതാണെന്ന് താഴെ കമന്റിൽ സത്യസന്ധമായിട്ട് പറയണേ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.